സർക്കാർ അനുമതി നൽകിയാൽ സഹകരണ മേഖലയിൽ സർവകലാശാല സ്ഥാപിക്കുമെന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ആശയം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്ന് ULCCS ചെയർമാൻ രമേശൻ പാലേരി പറഞ്ഞു. പഠിച്ചിറങ്ങിയ ഉടൻ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരെയാണ് വിദേശ സർവകലാശാലകൾ സൃഷ്ടിക്കുന്നത്. ഇവിടെയും അത്തരത്തിലുള്ളവരെ സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടതെന്നും രമേശൻ പാലേരി വിശദീകരിച്ചു. ULCCS 2025 ഫെബ്രുവരി 13 100 വർഷം തികയ്ക്കും. വിറ്റുവരവിന്റെയും പ്രവൃത്തിയുടെയും കാര്യത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്തും ഏഷ്യയിൽ 1ാം സ്ഥാനത്തുമാണ് ULCCS. 100ാം വാർഷികം വിപുലമായി ആഘോഷിക്കുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ വളർന്ന് ലോകത്ത് തന്നെ 2ാം സ്ഥാനത്തും ഏഷ്യയിലെ 1ാം സ്ഥാനത്തും എത്തിയിരിക്കുന്ന പ്രസ്ഥാനം എങ്ങനെ വളർന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകും. കാരണം ഈ 18,000 കുടുംബം എന്ന് പറഞ്ഞാൽ സാധാരണ തൊഴിലാളികളായിട്ടുള്ള പാവപ്പെട്ടവരുടെ ഒരു ജീവിത മാർഗമാണ്. അവരുടെ ലൈഫ് സെക്യൂരിറ്റിയും ജോബ് സെക്യൂരിറ്റിയുമാണ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 18,000 പേർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലൈഫ് സെക്യൂരിറ്റിയും ജോബ് സെക്യൂരിറ്റിയും തന്നെ 365 ദിവസവും ജോലി ലഭിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന രീതിയിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള സ്ഥാപനമായി മാറി. പരിപാടിയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് M. ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS രാഗേഷ്, ULCCS മാനേജിംഗ് ഡയറക്ടർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.